സംസ്ഥാനത്ത് പാചകവാതകക്ഷാമം അതിരൂക്ഷമാകുന്നു. ഹോട്ടലുകൾക്കൊപ്പം വീടുകളിലും സിലിണ്ടറുകൾ ലഭിക്കാത്ത അവസ്ഥയിലാണ്. പല ഹോട്ടലുകളിലും ഏകീകൃത പാചകം ആരംഭിച്ചു. മലപ്പുറത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽക്കാൻ ശ്രമിച്ച LLG പമ്പ് പോലീസ് പൂട്ടിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രതിസന്ധി ഇങ്ങ് കേരളത്തിലെ സാധാരണക്കാരന്റെ അടുക്കളയിലും എത്തിത്തുടങ്ങി. ഹോട്ടലുകൾക്കൊപ്പം വീടുകളിലും ഗ്യാസ് ലഭിക്കാതെയായി. പ്രധാന നഗരങ്ങളിലെ പല ഹോട്ടലുകളിലും ഇന്നുകൂടി ഉപയോഗിക്കാനുള്ള സിലിണ്ടറുകൾ മാത്രമാണുള്ളത്. കൊച്ചി നഗരത്തിൽ മാത്രം 2500-ലേറെ ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത്. നമ്മൾ ഗ്യാസ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് അത്യാവശ്യം കസ്റ്റമർ വന്നായിരുന്നു. ഇപ്പോൾ എല്ലാ കസ്റ്റമറോടും നമുക്കുള്ള ഐറ്റംസ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർ നമ്മളെ ഫുഡ് ആഗ്രഹിച്ച് വരുന്നതല്ലേ, നമുക്കത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ ഗ്യാസ് കാരണം. കോഴിക്കോട് ഹോട്ടലുകളുടെ സമയവും വിഭവവും ഗണ്യമായി കുറച്ചു. ഇതോടൊപ്പം ചില ഹോട്ടലുകൾ ഒരു സ്ഥലത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് ഹോട്ടലുകളിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി. വൈകിട്ട് നമ്മൾ ചൈനീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ സംഭവങ്ങളൊക്കെ വളരെ നിർത്തി. കാരണം നമ്മളിപ്പം ഒരു ഫിക്സഡ് മെനുവിലേക്ക് പോയി. കാരണം നമ്മൾ ഉണ്ടാക്കി വെക്കുക, അത് കൊടുക്കുക. പൊറോട്ടൻ്റെ പ്രതിസന്ധിയിലാണ്. പൊറോട്ട ലൈവ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്താ മീൻ ഫ്രൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കാരണം ലൈവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്യാസിൻ്റെ കുറവുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടതോടെ ഹോട്ടൽ ജീവനക്കാരും ആശങ്കയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും തിരിച്ചുപോയി. ശേഷിക്കുന്നവർക്കാകട്ടെ കൂലിയിലും കുറവുണ്ടായി. പ്രതിസന്ധിയാണ്, പേടിയാണ്. അതായത് നമുക്ക് ഈ തൊഴിലല്ലാണ്ട് വേറെ തൊഴിലറിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നല്ലൊരു ദിവസം പെരുന്നാൾ, വിഷു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ 10-24 പണിക്കാരുണ്ടായതിൽ ഇപ്പോൾ 12 അത് ഇന്നത്തോട് കഴിഞ്ഞാൽ എന്താവുമെന്ന് ആ ഒരു പേടിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പാചകവാതക പ്രതിസന്ധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു തുടങ്ങി. ഹോട്ടലുകളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഡെലിവറി ജീവനക്കാരും പ്രതിസന്ധിയിലാണ്. ബുദ്ധിമുട്ടാണ്. ചില ഹോട്ടലിൽ ആളെ ഉണ്ടാവില്ലെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാനസിക ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഓട്ടം കൂടിയിട്ടെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ആൾക്കാർ കിട്ടാതെ ഹോട്ടലില്ല, പൊട്ടി പോകുമല്ലോ. അങ്ങനെ സമയത്ത് മാത്രം ഇപ്പോൾ 2-3 ദിവസം ഓട്ടം കിട്ടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഓട്ടം നാളെ ഉണ്ടാവും പറയുമ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ക്ഷാമം രൂക്ഷമായതോടെ മലപ്പുറം കൊണ്ടോട്ടിയിൽ കരിഞ്ചന്തയിൽ പാചകവാതകം സിലിണ്ടറുകളിൽ നിറച്ചു നൽകി. വാഹനങ്ങളിൽ LPG നിറയ്ക്കാൻ അനുമതിയുള്ള ഓട്ടോ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് 2000 രൂപയ്ക്ക് ഗ്യാസ് നിറച്ചു നൽകിയത്. വാണിജ്യ സിലിണ്ടറും ഗാർഹിക സിലിണ്ടറുമായി 100-ലധികം പേർ രാവിലെ പമ്പിംഗ് സ്റ്റേഷനിലെത്തി കാത്തുനിന്നെങ്കിലും പോലീസ് എത്തി പമ്പിംഗ് സ്റ്റേഷൻ അടച്ചുപൂട്ടി. വീട്ടിൽ ഇത് നിറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഗ്യാസ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവില്ല. വേറെ എവിടെ നിന്നും കിട്ടാനുമില്ല. ഇല്ല നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബുക്കിംഗ് ഒന്നും സ്വീകരിക്കണില്ല. ഇവിടുന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഗ്യാസോ അങ്ങനെ ഇപ്പോൾ ഈ നിലയിലാണ് കിട്ടുന്ന പ്രതീക്ഷയില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കായി റിഫൈനറികളിൽ നിന്നും വിട്ടു നൽകുന്ന ഗ്യാസ് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നതായും ആക്ഷേപമുണ്ട്. ഗാർഹിക സിലിണ്ടറുകളും ലഭ്യമാകുന്നില്ല. ബുക്ക് ചെയ്ത സിലിണ്ടറുകളാകട്ടെ നേരിട്ട് ഏജൻസികളിലെത്തി സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ്. സിലിണ്ടർ വിതരണം പുനഃസ്ഥാപിക്കാനായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചുപൂട്ടപ്പെടും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.